നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി എല്ലാവർക്കും 74ാമത് സ്വാതന്ത്ര്യദിനാശംസകൾ. ഇന്ന് സ്വാതന്ത്ര്യദിനമാണ്. 2020 ഓഗസ്റ്റ് 15. ഡൽഹിയിലെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് സ്വാതന്ത്ര്യദിന ചടങ്ങ് നടക്കുന്നു. അതൊക്കെ ടി വിയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കരുനാഗപ്പള്ളി കോഴിക്കോട് ഗവൺമെൻറ് SKV UP സ്കൂളിൻ്റെ അങ്കണത്തിലാണ്. ഇവിടെയും കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് സ്വാതന്ത്ര്യദിനാഘോഷം നടക്കുകയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. ദേശീയ പതാക ഉയർത്തി അതിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് ഇവിടെ അവസാനിക്കും. ഗുഡ് മോർണിംഗ്. കരുനാഗപ്പള്ളി ഫിഷറി സ്കൂളിൽ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്റർ ആയതിനാൽ അവിടെ പതാക ഉയർത്തൽ ഇന്നേ ദിവസം ബുദ്ധിമുട്ടായ കാരണത്താൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അറിവോടുകൂടി ഇതിന് സമീപത്തുള്ള SKV UP സ്കൂളിൽ വെച്ച് അവിടുത്തെ അധ്യാപകരും ഇവിടുത്തെ ജീവനക്കാരോടൊപ്പം ചേർന്ന് പതാക ഉയർത്തൽ ദിനത്തിൽ പങ്കുകൊള്ളുകയാണ്. ഈ ആഗസ്റ്റ് 15 എല്ലാവർക്കും ഫിഷറി സ്കൂളിൻ്റെ സ്വാതന്ത്ര്യ ദിന ആശംസകൾ. ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൽ ഫിഷറി സ്കൂളും SKV UP മുഴമട്ടുള്ള സ്കൂളും ചേർന്ന് അധ്യാപകരുടെയും സംശയങ്ങളുടെയും സാന്നിധ്യത്തിൽ ഈ സ്വാതന്ത്ര്യദിനത്തിൻ്റെ പതാക ഉയർത്തൽ പ്രവേശിക്കുകയാണ്. ഈ വർഷത്തിൻ്റെ പ്രത്യേകത നമുക്ക് എന്നും ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ കുട്ടികളുടെ ആഘോഷത്തിലാണ് നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ ആചരിക്കുന്നത്. എന്നാൽ ഇന്ന് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ലോകമെമ്പാടും മരവിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് പോകുന്നത്. Select the flag. പ്രിയമുള്ളവരെ, 74ാമത് സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഭാഗമായി ഞാൻ നിങ്ങൾക്ക് ഏവർക്കും ആശംസകൾ നേരുന്നു. ജയ് ഹിന്ദ്. കോവിഡ് എന്ന ഈ മഹാമാരിക്കിടയിലും ഇന്ത്യൻ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കുക എന്ന ധർമ്മം നമ്മളും എല്ലാവരെയും പോലെ അനുസരിക്കുകയാണ്. ഈ ദിനത്തിന് എല്ലാവിധ ആശംസകളും.
74ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ തീർച്ചയായിട്ടും അധ്യാപിക എന്ന നിലയിൽ സങ്കടമുണ്ട്. കാരണം 17 വർഷം കൊണ്ട് ഞാൻ ഈ സ്കൂളിൽ അധ്യാപികയായി വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ 17 വർഷവും കുഞ്ഞുങ്ങളാൽ നിറഞ്ഞ ഒരു സ്വാതന്ത്ര്യദിനാഘോഷമാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. റാലി, പായസ വിതരണം, കുഞ്ഞുങ്ങളുടെ വിവിധതരം പെർഫോമൻസ്, എന്തെല്ലാം പരിപാടികൾ നടത്താമോ അതെല്ലാം ഞങ്ങളിവിടെ സംഘടിപ്പിക്കുമായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞാൽ പോലും അസ്വാതന്ത്ര്യം എന്തെന്ന് മനസ്സിലാക്കാൻ ഈ കോവിഡ് കാലഘട്ടം ഞങ്ങളെയും കുഞ്ഞുങ്ങളെയും പഠിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് സത്യം. കുട്ടികളില്ലെങ്കിൽ പോലും ഞങ്ങളുടെ കുട്ടികൾ ഓൺലൈൻ പെർഫോമൻസുമായി ഞങ്ങളോടൊപ്പമുണ്ട്. ഓൺലൈനിൽ അവരുടെ എല്ലാവിധ കഴിവുകളും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് കാലഘട്ടത്തിൽ വീട്ടിലിരിക്കുന്ന എല്ലാ കൊച്ചു കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസ അറിയിച്ചുകൊള്ളുന്നു. സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ. 74ാമത് സ്വാതന്ത്ര്യദിനാഘോഷ വേളയിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്കെല്ലാം ആശംസകൾ. രാജ്യം 74ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാവിധ ആശംസകളും. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. 74ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ ഈ സ്കൂളിൽ എല്ലാ പ്രാവശ്യവും വിപുലമായ ആഘോഷങ്ങളാണ് നടന്നിരുന്നത്. ഇപ്രാവശ്യം കോവിഡ് മാനദണ്ഡങ്ങൾ പ്രകാരം അങ്ങനെ ഒരു ആഘോഷം നടത്താൻ നമുക്ക് കഴിയുന്നില്ല. ഈ ആഘോഷവേളയിൽ എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ. ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് വളരെ ലളിതമായ രീതിയിൽ സ്വാതന്ത്ര്യദിന ചടങ്ങ് കഴിഞ്ഞു. വളരെ കുറച്ച് അധ്യാപകരും കുട്ടികളാരും ഇല്ലതാനും. പക്ഷേ കുട്ടികളെല്ലാവരും വീടുകളിലിരുന്ന് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹായത്തോടെ ഓൺലൈൻ വഴി അവരുടെ കലാപ്രകടനങ്ങൾ നടത്തുകയുണ്ടായി. അപ്പോൾ ആ ഒരു കാഴ്ചയിലൂടെ കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. സൈനിങ് ഓഫ്, അനിൽ ലംബോ.